നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വാരി വെച്ചതാണ്. പിന്നെ ഗ്രീൻ പീസ് വേണം, ക്യാരറ്റ് വേണം, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, പിന്നെ വെളുത്തുള്ളി അല്ലി 5 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി ഒരു കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 5 ഗ്രാമ്പു. ആദ്യം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നമുക്ക് ഗ്രാമ്പുവും കറുവപ്പട്ടയും കൂടെ ആദ്യം ഇടാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി ചേർക്കാം, പച്ചമുളക് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് വഴഞ്ഞു വരട്ടെ. വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർക്കാം. സവാള ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഗ്രീൻ പീസ് ചേർക്കണം, അതുപോലെ തന്നെ ക്യാരറ്റ് ചേർക്കണം. നമുക്ക് ഗ്രീൻ പീസ് ചേർക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ക്യാരറ്റ് ഇട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റും ഗ്രീൻ പീസൊക്കെ നല്ലോണം ഇവിടെ വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് സ്വല്പം ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഉപ്പ് പോരെങ്കിൽ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയുടെ തണ്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് മല്ലിയിലയുടെ തണ്ടാണ്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ മുളക് പൊടി അങ്ങനെയുള്ള മസാലകൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇത്ര മസാല തന്നെയേ ഉള്ളൂ. ഇനി നമുക്ക് അരി ചേർക്കാം. അരി ഞാൻ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് 4 കപ്പ് വെള്ളം, തിളച്ച വെള്ളം നമുക്ക് ചേർക്കണം. അതിനകത്ത് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ചേർക്കുന്നത്. ഞാൻ ഈ കപ്പിനാണ് ഞാൻ 2 കപ്പ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഈ കപ്പിന് തന്നെ 4 കപ്പ് വെള്ളവും ചേർക്കണം. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇനി 2 വിസിലടിച്ചാൽ മതി. നമ്മുടെ പുലാവ് 2 വിസിലടിച്ച് കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. വേവൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. നമ്മുടെ പുലാവ് ഇവിടെ റെഡിയായി. ഞാനിത് ജീരകശാല റൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2 വിസിൽ കറക്റ്റാണ്. പുലാവ് നമുക്ക് തൈരിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. തൈര്, അച്ചാർ, പപ്പടം, നമുക്ക് ഇഷ്ടമുള്ള കറികളുടെ കൂടെ കഴിക്കാം. ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. കുറച്ച് തൈര്